എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്കഭയ സ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. 1 പത്രോസ് 4-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള ആ ഒടുവിലത്തെ പാരഗ്രാഫിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസം വായിച്ചതാണ്, എങ്കിലും ഒന്നുകൂടെ ഇവിടെ വായിക്കുന്നത് ശ്രദ്ധിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അബദ്ധന്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ പരമേൽപ്പിക്കട്ടെ. പ്രിയ കർത്താവേ, അങ്ങ് തന്നെ അങ്ങയുടെ വചനത്തെ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ച് തരണമേ. അതിനുവേണ്ടി ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുത്തെ സഹായം ഞങ്ങൾ യാചിക്കുന്നു. അറിവുകൾ, ഞങ്ങളുടെ ബോധ്യങ്ങൾ, അനുഭവങ്ങൾ, അതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിലും ഇൻഫ്ലുവൻസിലുമാണ് ഞങ്ങളുടെ മനസ്സിരിക്കുന്നത്. താവേ, ഞങ്ങളുടെ അനുഭവങ്ങൾ, അറിവുകൾ, പശ്ചാത്തലങ്ങൾ, ഇവയുടെ ആ സ്വാധീന വലയത്തിൽ നിന്ന് ഞങ്ങളുടെ മനസ്സിനെ ഒന്ന് സ്വതന്ത്രമാക്കണമേ. കർത്താവേ, അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നത് കേൾക്കാൻ ഞങ്ങളുടെ ചെവി തുറക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. 2016 ആരംഭത്തിൽ ഞാൻ ധ്യാനിച്ചത് യോനയുടെ പുസ്തകമാണ്. എൻ്റെ കൊച്ചു സഭയിൽ 29, 30, 31 ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചർച്ചിനൊരു അസൈൻമെൻ്റായിട്ട് യോനയുടെ പുസ്തകം വായിക്കാൻ പറഞ്ഞു. അങ്ങനെ ഡേ ആൻഡ് നൈറ്റ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രയറിൽ അതിലെ ഓരോ ചാപ്റ്റർ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ധ്യാനിക്കുകയും ഒരു പുനർവായന നടത്തുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് ആഴമേറിയ ഉൾക്കാഴ്ചകൾ ദൈവം തന്നു. പക്ഷേ ഇത് വേറൊരാളോട് പറയാനല്ല, ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനാണ് എന്ന് കൂടെ കൂടെ ദൈവം എന്നെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ വേറൊരാളോട് പറഞ്ഞ് വലിയ പുള്ളി കളിക്കാനല്ല, സ്വന്തം ജീവിതത്തോട് അപ്ലൈ ചെയ്ത് നോക്കാനാണ് എന്ന് കർത്താവ് എന്നെ ഓർപ്പിച്ചു. എന്താണ് യോനയുടെ പുസ്തകത്തിന്റെ ചിന്ത എന്നറിയാവോ? ഭക്തനായ, കൃപാവരപ്രാപ്തനായ, പ്രാർത്ഥനാ മനുഷ്യനായ, പച്ചലയും കത്രിയേം പോലെ ഒത്തുവരുന്ന പ്രവചനങ്ങൾ മാത്രം പറയുന്ന പൊട്ടപ്രവചനങ്ങളോ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മുഖസ്തുതിയോ
ആയുസിലൊരിക്കൽ പോലും പറഞ്ഞിട്ടില്ലാത്ത അതിശക്തനായ ഒരു ദൈവഭക്തനെ, ഒരു പ്രവാചകനെ പോലും ദൈവത്തിന് തന്റെ പെർഫെക്റ്റ് വില്ലിലോട്ട് നടത്താൻ ഒരുപാട് കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നു. യോനായെ ഒരു പിന്മാറ്റക്കാരൻ എന്നോ അനുസരണം കെട്ടവനെന്നോ മുദ്രകുത്തി രക്ഷപ്പെടാമെന്ന് ധരിക്കണ്ട എന്ന് ദൈവം തമ്പുരാൻ എന്നോട് പറഞ്ഞു. നീ ഇപ്പോൾ ചെയ്യുന്നതും പറയുന്നതും പോകുന്നതുമെല്ലാം ശരിയാണെന്നാ നിനക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് യോനയ്ക്കും തോന്നിയത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് ദൈവത്തിന്. അതുകൊണ്ട് ദൈവം അവൻ കയറിയ കപ്പല് മുക്കി. ആ കപ്പലിൽ നിങ്ങളാണെങ്കിൽ അതുപോലെ കാറ്റും തിരമാലയും വരുമ്പോ എന്നെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടോ കാറ്റ് മാറും എന്ന് നിങ്ങൾ പറയുമോ? പറയല. അപ്പുറത്തിരിക്കുന്നവനെ ഇട്ടോളം പറയും. അപ്പൊ യോനയെ കുറ്റം പറയാനുള്ള യോഗ്യത നമുക്ക് തന്നെ. അവൻ എത്ര ഡീസന്റ്. എന്നെ എടുത്തിട്ട് വിഷയം തീർന്നോളൂ. അപ്പോഴോ ആ വർഷം, ഇവിടുത്തെ ഭാഷ പറഞ്ഞാൽ ആ വർഷം എല്ലാ ക്രൂസൈഡിലും പുള്ളിയുടെ ഫോട്ടോയാ ഉള്ളത്. ആ പുള്ളി പറയാം എന്നെ എടുത്തിട്ടോളാം. നമ്മളെല്ലാം ഇമേജിന് വേണ്ടി നിൽക്കുന്നവരാ. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ ഏറ്റവും വലിയ തടസ്സം നമ്മുടെ ഇമേജ് തന്നെയാണ്. നമ്മുടെ ഇമേജ് കാരണം തമ്പുരാന്റെ ഇമേജ് പുറത്തോട്ട് വരുന്നില്ല. അത് ഞാൻ പറയാൻ പോയാൽ ഇന്ന് പത്രോസിന്റെ ലേഖനത്തിൽ കയറുകയില്ല. അതുപോലെ എൻ്റെ ബ്ലഡിൽ ആ പുസ്തകം കയറി ഈ വർഷം. പക്ഷെ ഞാനൊരു മുഖവര പറയുന്നത് എന്താണെന്നറിയോ? നമുക്ക് ദൈവഹിതം ചെയ്യാതെയും ദൈവഭക്തനായിട്ട് നടക്കാം, ദൈവഹിതം ചെയ്യാതെയും പ്രവാചകനായിട്ട് നടക്കാം, ദൈവഹിതം ചെയ്യാതെയും പ്രസംഗികനാകാം, ഫേമസ് ആകാം. ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് വില്ലിലേക്ക് വരാൻ എന്താ മാർഗം? ഇതൊരു ചോദ്യമെങ്കിലും മനസ്സിനകത്ത് കിടക്കട്ടെ. ഇതെല്ലാം പറയുമ്പോഴും ദൈവം എന്നെക്കുറിച്ച് ദുഃഖിക്കുകയാണോ? നീ ഇച്ചിലൂടെ ശരിയാകാനുണ്ട് മോനെ, നീ ഇച്ചിലൂടെ ഉടയാനുണ്ട് മോനെ എന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഒരു കപ്പൽ പൊളിഞ്ഞു, ഇനി അടുത്ത കപ്പലൂടെ പൊളിയണോ? പ്രൈസ് ദി ലോർഡ്. അവനൊരു സ്വയനീതിക്കാരനല്ലാഞ്ഞതുകൊണ്ട് ആ കപ്പലിലുള്ളൊരു രക്ഷപ്പെട്ടു. അവന്റെ സ്വയനീതി കാരണം ആ കപ്പല് ഉള്ളൊരു ശരിക്കും കഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അവൻ പുറത്തു പോയതുകൊണ്ട് കപ്പലിലുള്ളൊരു രക്ഷപ്പെട്ടു. ഇവിടെ നമ്മള് എന്താ ചെയ്യാ? ഞാൻ വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ ആകെ കൂടെ പ്രതീക്ഷിച്ചിരുന്നത് പ്രാർത്ഥിക്കുകയാണ് ഇതൊക്കെ മാറിക്കോളൂ എന്നാ. പക്ഷെ യോന പ്രാർത്ഥിക്കുകയായിരുന്നു. കപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, കിടന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരു അനർത്ഥം വരാതെ ഉറങ്ങാൻ സഹായിക്കണം എന്നും പറഞ്ഞ് കിടന്നുറങ്ങി. നല്ല ഉറക്കമാ. അത് കഴിഞ്ഞ് മീനിന്റെ വയറ്റിൽ കിടന്ന് 3 ദിവസം ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ. അല്ല പ്രാകുവോ വഴക്കുണ്ടാക്കുമോ അല്ല, പ്രാർത്ഥനയാ. ബൈബിൾ വായിച്ചു നോക്കാം. അപ്പൊ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ടും പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതത്തിൽ ചലിക്കാൻ അവന്റെ ജഡം, അവന്റെ സ്വയം, അവന്റെ ഇമേജ് അവനെ സമ്മതിക്കുന്നില്ല. അതിനുവേണ്ടി ദൈവം ഒരു മത്സ്യത്തെ 3 ദിവസം പട്ടിണി കിട്ടും. ഇതകത്ത് കിടക്കുക, മത്സ്യത്തിന് വല്ലതും കഴിക്കാൻ പറ്റുമോ? ഇതകത്ത് കിടന്ന പ്രയറ.
നമുക്ക് മീനിന്റെ കാര്യം ചിന്തിക്കേണ്ട കാര്യമില്ലെങ്കിലും ഒരു മനുഷ്യൻ ആ ദൈവത്തെ അനുസരിക്കാത്തതുകൊണ്ട് ആ മീനിന് വന്ന വിഷമം ഭയങ്കരല്ലേ. മീനിന് നാളെ ഒരു സാക്ഷി പറയാൻ സമയം കിട്ടിയാൽ മീൻ പറയാൻ പോണത്, നിങ്ങൾ ദൈവവേല ചെയ്യുകയാണ് ചൊവ്വ ചെയ്യണം, ഇല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് മറ്റെന്തെങ്കിലും ഒരു പണിക്ക് പോക്കണം. കാരണം ഞാൻ അനുഭവിച്ച വിഷമം, ഇവിടെ വയറ്റിൽ ഒരു 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 പപ്സ് കഴിച്ചിട്ട് ദഹിക്കാതെ കിടന്നാൽ ഉള്ള വിഷമം നമുക്കറിയാം. ഇവിടെ 6 അടി പൊക്കവും 82 കിലോ തൂക്കമുള്ള ഒരു ഉപദേശി അകത്ത് കിടന്ന് പ്രാർത്ഥനയാണ്. എങ്ങനെയാ മത്സ്യം നടക്കും? എന്തോരം പെയിൻ അനുഭവിച്ചു കാണും. അവിടെ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാൻ മേലെങ്കിൽ പിന്നെ ഭക്തന്റെ വേഷം കെട്ടത്. ഇതാണ് മത്സ്യത്തിന് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഇനി ഒരു കപടഭക്തനെ കൂടെ വേണോ? അതിനാണോ അപ്പൊ ഈ ബൈബിൾ സ്റ്റഡി? ആവശ്യത്തിന് മീറ്റിംഗ് ഉണ്ടല്ലോ. എറണാകുളം പോലെ മീറ്റിംഗ് എവിടെയാ ഉള്ളത്? റെയ്നാഡ് ബോങ്കെ 2 പ്രാവശ്യം വന്ന ഒരു പട്ടണേ ഉള്ളത് എറണാകുളം. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനമല്ല, സാക്ഷാൽ പത്രോസ് വന്നാലും നമുക്ക് മാറ്റം വരാതെ ഒരു കാര്യം നടക്കുകയില്ല. കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്ക. ഒന്നുകൂടി ഒന്ന് കണ്ണടച്ചിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞേ, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. അതെ, അത് ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ പറയാൻ നാം ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം. നിന്റെ ഇഷ്ടത്തെ ദൈവം കയറി തൊടും. ദൈവം തൊടുന്നു എന്ന് പറഞ്ഞാൽ തൊടുന്നത് ചിലപ്പോൾ ഭാര്യയായിരിക്കും, തൊടുന്നത് ചിലപ്പം ഒരു വിശ്വാസിയായിരിക്കും, ഒരു സഹപ്രവർത്തകനായിരിക്കും. നിന്റെ ഇഷ്ടം വേണ്ടെന്ന് നീ പറഞ്ഞില്ലേ? നേരാണോ എന്ന് അറിയാൻ ഒരു ടെസ്റ്റ് ഇന്ന് 3-നും 4-നും ഇടയ്ക്ക് വരും, ക്ലാസ് കഴിഞ്ഞിട്ട്. അന്നേരം പറയും, കർത്താവ് ഞാൻ പാടിയെന്നേ ഉള്ളൂ, ഞാനത് അങ്ങനെ ഉദ്ദേശിച്ചില്ല, ഞാൻ പാട്ടിൻ്റെ ആ ഒരു രസത്തിലങ്ങ് പാടിയെന്നുള്ളതേ ഉള്ളൂ എന്ന് നമ്മൾ പറയേണ്ടി വരും. നമ്മുടെ ഇഷ്ടമല്ലേ സകലത്തിനും പ്രശ്നം അല്ലേ? അതിന്റെ പേരല്ലേ ഈഗോ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് എന്തുവാ? ഇന്നത്തെ ക്ലാസ് ക്രിസ്ത്യാനി. വായിച്ചു വന്നിടത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ടച്ച് ചെയ്ത ഭാഗം വിടുക. 12, 13, 14 എല്ലാം നമ്മളൊന്ന് ടച്ച് ചെയ്ത് പോയതാണ്. 16 ശ്രദ്ധിച്ചേ. ക്രിസ്ത്യാനി ആയിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രേ വേണ്ടത്. ലജ്ജിക്കരുത്. ലജ്ജിക്കാത്ത ക്രിസ്ത്യാനി, ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്ന ഈ വാക്ക് 3 പ്രാവശ്യമാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് നിരീക്ഷണം നടത്തിയവർ എഴുതിയിരിക്കുന്നത്. ഞാൻ അങ്ങനെ നിരീക്ഷണം നടത്തിയിട്ടില്ല. ഞാൻ വായിച്ച ബുക്കുകളിൽ അങ്ങനെ കണ്ടതുകൊണ്ട് ഞാൻ അതങ്ങ് വിശ്വസിക്കുന്നു. 3 പ്രാവശ്യം. ആ 3 പ്രാവശ്യം ഞാൻ കാണിക്കാം. കൂടുതൽ നിങ്ങൾ കണ്ടെങ്കിൽ എന്നോടുകൂടെ പറയണം. 3 പ്രാവശ്യം. അപ്പൊ ആ 3 പ്രാവശ്യത്തിനകത്തുനിന്ന് 3 മെസ്സേജ് ഇന്ന് പറയാനുണ്ട്. ക്രിസ്ത്യാനി എന്ന 3 വാക്ക് പുതിയ നിയമത്തിൽ കാണുന്നതിൽ നിന്ന് 3 സന്ദേശം ഇന്ന് പങ്കിടാനുണ്ട്. കർത്താവിനെ സ്തുതിക്കുന്നു. ക്രിസ്ത്യാനി, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ സാജു മാത്യു സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സഭയാനി അല്ല. സഭയെ അനുഗമിക്കുന്നവൻ സഭയാനി, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ക്രിസ്ത്യാനി.
സഭ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സംഘടനയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ആദ്യം പറഞ്ഞിരിക്കുന്നത് 11:26 അപ്പോസ്തല പ്രവൃത്തി 11:26. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 26-28. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 11:26 ഒന്നാമത്തെ പ്രസ്താവനയിലേക്ക് നമുക്ക് വേഗത്തിൽ പ്രവേശിക്കാം. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. അവിടെ വെച്ചാണ് ഈ പേര് വീഴുന്നത്. അതുവരെ അവരുടെ പേര് ശിഷ്യന്മാരെന്നായിരുന്നു. അപ്പൊ ശിഷ്യന്മാരാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ക്ലാസ് ആയതുകൊണ്ടും ഈ ക്ലാസ്സിൽ വരുന്നവര് വചനത്തിൽ വളരെ ദാഹവും സ്നേഹവും ഉള്ളവരായതുകൊണ്ട് ആഴമുള്ള ഭാഗത്തേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. ആരാണ് ക്രിസ്ത്യാനി? നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്, പല പ്രാവശ്യം ഈ ക്ലാസ്സിലും വായിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. ആരാണ് ക്രിസ്ത്യാനി? ഒരു 2-3 വാക്യങ്ങൾ നമ്മളിന്ന് ആദ്യമേ വായിക്കും. യോഹന്നാൻ 8:31 നമുക്കറിയാം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ വായിച്ചോ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. ലളിതമാക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാം, വിശ്വാസികൾ എല്ലാവരും ശിഷ്യന്മാർ അല്ല. വിശ്വാസികൾക്ക് ശിഷ്യന്മാരാകാം. അതിന് അവർ വചനം വായിച്ചാ പോരാ, വചനം കേട്ട് ഗ്ലോറിന്ന് പറഞ്ഞാ പോരാ, വചനം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആയി. അപ്പോൾ ഒരു ചോദ്യം വരും. ആ ചോദ്യം ഇതാണ്, അപ്പൊ വിശ്വാസിയോ? വിശ്വാസി ആകാൻ എന്ത് ചെയ്യണം? ബൈബിളിന്റെ ഒരു ഭാഷ വെച്ച് പറഞ്ഞാൽ വിശ്വാസിയും ക്രിസ്ത്യാനിയും എല്ലാം ഒന്നാന്ന് വേണമെങ്കിൽ പറയാം, വിശ്വാസികൾ എന്ന് പറയുമ്പോൾ. എന്നാൽ യഥാർത്ഥത്തിൽ അതിന്റെ ഒരു വേദ ശാസ്ത്രപരമായ അർത്ഥം പറഞ്ഞാൽ വിശ്വാസിയാകാൻ വിശ്വസിച്ചാൽ മതി, ശിഷ്യനാകാൻ അനുസരിക്കണം. മനസ്സിലാക്കാൻ ഒരു വാക്യം തരാം. യോഹന്നാൻ 2:23 പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. എന്തുകൊണ്ട് വിശ്വസിച്ചു? അടയാളങ്ങൾ. ഉറക്കെ പറഞ്ഞാട്ടെ. അടയാളം കണ്ടിട്ട് വിശ്വസിച്ചു. അപ്പൊ ഒരു വിശ്വാസിയാകാൻ എന്തു മതി? ഒരു പനി മാറിയാൽ മതി, പോരെ? ഒരു പരീക്ഷയ്ക്ക് 5 മാർക്ക് കൂടുതൽ കിട്ടിയാൽ ആരാകാം? വിശ്വാസിയാകാം. ചെറുതാക്കി പറയല്ല, അത്ഭുതങ്ങളെ ചെറുതാക്കുകയല്ല, അത്ഭുതങ്ങൾക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്. എന്നാൽ ഒരു മനുഷ്യന് കർത്താവിൽ വിശ്വാസം വരാൻ ഇത്രയും മതി. അവന്റെ ഒരു വിഷയത്തിൽ, അവന്റെ ഒരു പ്രോബ്ലത്തിൽ ഒരു ദൈവസഹായം അവന് കിട്ടിയെന്ന് ബോധ്യം വന്നാൽ അവൻ എന്തായി? അവന് വിശ്വാസം വന്നു. ഇതിനെ ഒരിക്കലും പുച്ഛിക്കാൻ പാടില്ല, ഡിസ്കറേജ് ചെയ്യാൻ പാടില്ല. രോഗികളും അശരണരും ദുഃഖിതരും ബന്ധിതരും അടിമകളുമായ ഒരു വലിയ ജനസമൂഹം നമ്മുടെ ചുറ്റും നിലവിളിക്കുക. ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി 10,000 ക്യൂ നിൽക്കുക. അതുകൊണ്ട് സൗഖ്യമാക്കുന്ന യേശുവിനെ എല്ലാ കാലത്തും ഞങ്ങൾ പ്രസംഗിക്കുന്നു,
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ ഇന്നും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ക്ലാസ് നടക്കുമ്പോൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എനിക്ക് പ്രിയനായ ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ ഉണ്ടായ ഒരു ആക്സിഡന്റിൽ ഓപ്പറേഷൻ വിധേയനാകുകയാണ്. അവരെ വിളിച്ച് ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ അവർ കരയുകയാണ്. അതൊന്നും വലിയ കാര്യമില്ല, ശിഷ്യനായാ മതി എന്ന് പറയുന്നത് മനസാക്ഷിയില്ലാത്ത വർത്തമാനം. അങ്ങനെ പറയാൻ പാടില്ല. സൗഖ്യം വളരെ വലുതാണ്. സൗഖ്യം ആവശ്യമുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്നും പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പോ അതിനപ്പുറത്തൊരു ക്രിസ്തീയ ജീവിതമുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു തരുവാനാണ് ഈ വചനമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരുന്നത്. അതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അതെന്തുവാണ്? കർത്താവിന്റെ വചനത്തിലേക്ക് വരിക. കർത്താവിന്റെ വചനത്തിലേക്ക് വരിക. യിരെമ്യാവ് പറയുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതെനിക്ക് ആനന്ദമായിരിക്കുന്നു. 1000 പൊൻ വെള്ളി നാണ്യത്തെക്കാൾ നിന്റെ വചനത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ നിന്റെ വചനത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. സ്തോത്രം. അപ്പൊ വചനത്തിൽ നിലനിൽക്കുക, വചനത്താൽ ജീവിക്കുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പൊ വചനം കൊണ്ട് ജീവിക്കുക, വചനത്താൽ ജീവിക്കുക, വചനത്താൽ വളരുക, വചനത്താൽ ശുദ്ധീകരണം പ്രാപിക്കുക, വചനത്താൽ തിരുത്തപ്പെടുക, വചനത്താൽ കഴുകപ്പെടുക, വചനത്താൽ ഡയറക്റ്റ് ചെയ്യപ്പെടുക, നിയന്ത്രിക്കപ്പെടുക. വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെ വചനമയമായൊരു ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം സമം വചന ജീവിതം. ക്രിസ്തീയ ജീവിതം സമം വചന ജീവിതം. നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ആകാശഭൂമികൾ മാറിയാലും മാറിപ്പോകാത്ത ദൈവവചന പ്രകാരം ജീവിതം നയിക്കുന്നതാണ് ശിഷ്യത്വത്തിന്റെ പ്രഥമമായ പ്രമാണം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. അതേ ഈ ക്ലാസിന്റെ ഇന്നത്തെ 1ാമത്തെ എപ്പിസോഡിലേക്ക് നാം കയറുമ്പോൾ തന്നെ നമുക്ക് വചനപ്രകാരം ജീവിതത്തെ അനുദിനം ക്രമപ്പെടുത്തുവാൻ നിർബന്ധപൂർവം നമുക്കൊന്ന് സമർപ്പിക്കാം. ഇനിയും നമുക്കൊരു രോഗസൗഖ്യമോ സാമ്പത്തിക വിടുതലോ അല്ല പ്രധാനം. നമുക്ക് വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതാണ് പ്രധാനം. യൗവനക്കാരൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. യൗവനക്കാരൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനങ്ങളെ എന്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കുന്നു. ഇതൊരു ശ്രമകരമായ കാര്യമല്ലേ? ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനങ്ങളെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ചില പ്രിയപ്പെട്ടവര്, ഓപ്പറേഷൻ കഴിഞ്ഞവര്, രോഗങ്ങളുള്ളവരൊക്കെ രാവിലെ എഴുന്നേറ്റാൽ ഒരു കൈ കൊള്ളാവുന്ന ഗുളിക കഴിക്കുന്നുണ്ട്. 1, 2, 3, 4, 5, 6, 8, 10, 12 എണ്ണമാ. അത് ഒരുമിച്ചിടാൻ മേലല്ലോ. 1, 2 വീതം ഇട്ടിങ്ങനെ ഇറക്കി വിടുക. ഇതെന്തിനാണെന്നറിയാവോ? ഇതകത്ത് സംഗ്രഹിക്കുക. ഈ ഷുഗർ പൊങ്ങി വരുമ്പോ അവനെ പിടിച്ച് താക്കാൻ, പ്രഷറിനെ താക്കാൻ, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഉള്ള സാധനമാണ് ഇട്ടുകൊണ്ടിരിക്കുക. ഇതുപോലെ ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അതെങ്ങനെയാ? അനുദിന വചനധ്യാനവും
പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ആത്മീയതയ്ക്കും കർത്താവിൻ്റെ സ്നേഹത്തിനും കർത്താവിൻ്റെ ആത്മാവിനും ഇഷ്ടമില്ലാത്തതും എതിരായതുമായ ചിന്തകള്, വൈകല്യങ്ങളെ പൊങ്ങി വരുമ്പോൾ വചനമകത്തുനിന്ന് കേറി നമ്മെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് ജയജീവിതം നയിക്കാൻ പറ്റും. ഒരു ദിവസം കൊണ്ടല്ല, ഒറ്റയടിക്കല്ല, ക്രമേണ സാധിക്കും. നമ്മളിപ്പോ ഒരാളോട് തർക്കിച്ച് ജയിച്ചാലും വീട്ടിലേക്ക് പോകുമ്പോൾ വചനം നമ്മോട് പറയും, നീ അവിടെ ജയിച്ചെങ്കിലും നീ എന്റെ മുമ്പിൽ തോറ്റിരിക്കുകയാണ് എന്ന് ദൈവം നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരും. ഇങ്ങനെയൊരു ക്രിസ്തീയ ജീവിതം സുന്ദരമാണ്, മനോഹരമാണ്. അതാണ് എന്റെ വചനത്തിൽ നിലനിൽക്കുക എന്ന് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് ശിഷ്യത്വത്തിന്റെ ഒന്നാമത്തെ ഈ പടിയിലേക്ക് കടക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവേ, എനിക്ക് സൗഖ്യം തരണേ. കർത്താവേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി തരണേ. കർത്താവേ, എന്റെ കടഭാരം മാറ്റി തരണേ. കർത്താവേ, എന്റെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം വരുത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് യോഗങ്ങൾക്ക് വരുന്നത്. ആ പ്രാർത്ഥിക്കുന്നതിന് തെറ്റൊന്നുമില്ലെങ്കിലും അവിടെ കൊണ്ട് നിങ്ങളുടെ ജീവിതം തീർക്കരുത്. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. ഈ ക്ലാസിന്റെ ആരംഭത്തിൽ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അത് ഒന്നും കൂടെ വായിക്കുന്നത് അധികപ്പറ്റ് ആകുകയില്ല. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. ആമേൻ. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ആമേൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. ഇങ്ങനെ ഒരവസ്ഥ നമുക്ക് വരാം. വചനം കേൾക്കുന്നു, ആമേൻ എന്ന് പറയുന്നു, കാര്യമായ ഒരു തിരുത്തലുകളും വരുത്താൻ നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല. അതെല്ലാം വേറെ പലരോടായി പറയുന്നത് എന്നൊരു തൃപ്തിയോടെ അങ്ങ് അവസാനിപ്പിക്കുന്നു. കുറെ നാളായി കഴിയുമ്പോൾ നമുക്കൊരു പുരോഗമനം ഉണ്ടാകത്തില്ല. കർത്താവിൻ്റെ ആ യഥാർത്ഥ വെളിപ്പാടിലേക്ക് നമ്മൾ വരത്തില്ല. അങ്ങനെ സ്റ്റക്കായി പോയി എത്രയോ പേരുണ്ടെന്നറിയാം. ആത്മീയത്തിലേക്ക് വന്നു എന്നൊക്കെ പറയുന്നെങ്കിലും എവിടെയോ സ്റ്റക്കായി നിൽക്കുക. അതിനപ്പുറത്തേക്ക് മൂവ് ചെയ്യുവാൻ ഈ ക്ലാസിന്റെ ഇന്നത്തെ ഈ 1-ാമത്തെ മിനിറ്റിൽ ഒരു സമർപ്പണത്തിന് 1 മിനിറ്റ് കണ്ണടച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവേ, നിന്റെ വചനം ജീവിതത്തിൽ പ്രായോഗികമാക്കി ശിഷ്യത്വത്തിന്റെ പടികളിലേക്ക് കയറുവാൻ ഞങ്ങളെ സഹായിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. 2-ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 25-26 വാക്യങ്ങളിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 25-26 വാക്യങ്ങൾ. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ശിഷ്യത്വത്തിന്റെ അടുത്ത പടി കഠിനമാണ്. ഓർക്കുക, മുകളിലേക്ക് കയറുന്ന ഒരു ഗോവണിയുടെ ആദ്യത്തെ പടി ഈസിയാ. ശ്രദ്ധിച്ചായിരുന്നോ? മുകളിലേക്ക് കയറുന്ന ഒരു ഗോവണിയുടെ ആദ്യത്തെ പടി ഈസിയാ. കാരണം നമ്മൾ എവിടെയാ നിൽക്കുന്നത്? നമ്മൾ തറയിലാ നിൽക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് 1-ാമത്തെ പടി കയറാം. പക്ഷെ 2-ാമത്തെ പടി കയറുന്നത് 1-ാമത്തെ പടി കയറിയതിനേക്കാൾ ഇരട്ടി
സ്ട്രെയിൻ ചെയ്യണം. മൂന്നാമത്തേതോ അതിനേക്കാൾ സ്ട്രെയിൻ ചെയ്യണം. 12-ാമത്തേതോ അപ്പോഴേക്ക് കയ്യും കാലും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങും. പിന്നെ കീഴോട്ട് നോക്കിയെങ്കിൽ കയറാനും പറ്റുകയില്ല. പിന്നെ മുകളിലോട്ട് തന്നെ നോക്കുന്നതാണ് നല്ലത്. കപ്പലിന്റെ പായ ചൊവ്വയെ കെട്ടാൻ വേണ്ടി ക്യാപ്റ്റൻ ജോലിക്കാരനെ കയറ്റിവിട്ടു. അവൻ മോളിൽ കയറി പായ കെട്ടിക്കഴിഞ്ഞ് കീഴോട്ട് നോക്കിയപ്പോൾ കൈ വിറയ്ക്കാൻ തുടങ്ങി, കാല് വിറയ്ക്കാൻ തുടങ്ങി. ഭയങ്കര പൊക്കത്തില്ല. സാറേ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു, നീ അങ്ങോട്ട് പോയത് എങ്ങനെയാണെന്ന് ഓർക്കാൻ പറഞ്ഞു. അങ്ങോട്ട് പോയത് ഞാൻ മുകളിലോട്ട് നോക്കിണ്ട, അങ്ങനെ തന്നെ നോക്കിയിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. നിസ്സാരമായിട്ട് ഇറങ്ങിപ്പോയി. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പും മൂന്നാമത്തെ സ്റ്റെപ്പും ആരെങ്കിലും നിങ്ങളെ സഹായിക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? രണ്ടാമത്തെ സ്റ്റെപ്പും മൂന്നാമത്തെ സ്റ്റെപ്പും താഴെ നിന്നുകൊണ്ട് പതുക്കെ ഒന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. 4-5 സ്റ്റെപ്പ് കഴിഞ്ഞാൽ ലോകത്തിലാരും നിങ്ങളെ സഹായിക്കില്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് പിടിച്ച പാത എപ്പോഴാണെന്നറിയാമോ? മുകളിലോട്ട് പോകുമ്പോഴാണ്. ശുശ്രൂഷയിൽ വന്നാൽ പ്രയാസം കുറയുമെന്നാ ഞാൻ വിചാരിച്ച്. ഞങ്ങളുടെ വീട്ടിൽ ഭവന സന്ദർശനത്തിന് വരുന്ന, ഞങ്ങളുടെ വീട് ഒരു കുന്നിന്റെ മുകളിലാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഭവന സന്ദർശനത്തിന് വരുന്ന പാസ്റ്റർ 1 മൈല് നടന്ന് വേണം വരാൻ. പുള്ളിക്കാരൻ നടന്നിങ്ങനെ വരുമ്പോൾ ആ കുന്ന് കയറുമ്പം പുള്ളി ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുൾ പുള്ളി പാടുന്നതിനയച്ച തളർന്നിട്ടായി പാടുന്നത്. നമ്മുടെ വിചാരം, ഓ എന്ത് നല്ല ജോലിയായി ഈ മനുഷ്യന്റെ ജോലി എന്നാ നമ്മുടെ മനസ്സിലെ വിചാരം. കാരണം നമുക്ക് അതുപോലെ ജോലിയും കഷ്ടപ്പാടുക. അപ്പൊ ഇങ്ങനെ പാട്ടും പാടി നടക്കാമല്ലോ ഇതിനകത്ത് വന്ന സ്വത്രം. പിന്നെ വീട്ടിൽ വരുമ്പോൾ മുട്ട പുഴുങ്ങിയത് ചായയും ഒക്കെ കൊടുക്കുന്നുമുണ്ട്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. കർത്താവിനെ സ്തുതിക്കുന്നു. ശുശ്രൂഷയിൽ വന്നാൽ ക്രിസ്തീയ ജീവിതം ഈസിയാണെന്ന് വിചാരിച്ചു, അല്ലെന്ന് മനസ്സിലായി. ശുശ്രൂഷയിൽ ഇച്ചിലൂടെ പ്രമോഷൻ കിട്ടിയാൽ ഈസിയാണെന്ന് വിചാരിച്ചു, അല്ലെന്ന് മനസ്സിലായി. ശുശ്രൂഷയിൽ എല്ലാവരും അറിയപ്പെട്ടാൽ സൗഭാഗ്യമാണെന്ന് വിചാരിച്ചു, അതുപോലെ കഷ്ടകാലം വേറൊന്നില്ലെന്ന് 2015 തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് വേലയ്ക്ക് ഇറങ്ങുന്ന ചെറുപ്പക്കാരും പുറകോട്ട് പോകരുത്. കാരണം ഞാൻ പുറകോട്ട് പോയില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മീറ്റിംഗ്, ലോകത്തിൽ എല്ലാവരും വിളിക്കുന്ന മീറ്റിംഗ് കൂടാതെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് മീറ്റിംഗ് വെച്ചതാ ഈ മീറ്റിങ്ങിന് വേണ്ടി ഈ ഡേറ്റ് 1 കൊല്ലം മുമ്പ് മാറ്റിയിടുന്നത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതിന്റെ അർത്ഥം പുറകോട്ടല്ല മുമ്പോട്ടാന്നല്ലേ, ക്ഷീണിച്ചിട്ടില്ലെന്നല്ലേ അതിന്റെ അർത്ഥം. കരങ്ങൾ ഉയർത്തി ഇതിനെ സ്തോത്രം ചെയ്ത. അതുകൊണ്ട് പ്രിയരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഒന്നാമത്തെ പടിയാണ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പ്രാർത്ഥന, രോഗസൗഖ്യം, വിടുതലുകൾ. ആ സ്റ്റെപ്പിൽ നിങ്ങൾ ഈസി ആയിട്ട് ഓടിക്കേറി. രണ്ടാമത്തെ സ്റ്റെപ്പ് വചനത്തോടടുക്കുന്നതാണ്. ആ സ്റ്റെപ്പും നിങ്ങൾ കയറി. മൂന്നാമത്തെ സ്റ്റെപ്പ് കയറാൻ നമ്മളിപ്പോ ശ്രമിക്കുക. താഴെ വീണാലും സാരമില്ല, വീണ്ടും കയറണം. ഏതാണത്? വാക്യം ഒന്നോടെ വായിക്കാമോ? 25. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എന്റെ ശിഷ്യനാകാനാണോ ഉദ്ദേശിക്കുന്നത്? എങ്കിൽ അല്പം കൂടെ നിങ്ങൾ വില കൊടുക്കണം. അല്പം കൂടെ നിങ്ങൾ ഗൗരവത്തോടു കൂടി ഇതിനെ കാണണം. അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ മക്കളെയോ സമ്പത്തിനെയോ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. 33-ാമത്തെ വാക്യം നോക്കി. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ആമേൻ. അങ്ങനെ തന്നെ
ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിപ്പാൻ കഴിയത്തില്ല. എന്തിനാ ഞാൻ വേണ്ടായിരുന്നത്? എനിക്കത് വ്യാഖ്യാനിച്ചു തരാൻ കഴിവില്ല. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. കർത്താവിനോടൊന്ന് ചോദിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. കർത്താവ് എന്തോ ഈ പറയുന്നത്? തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയണം. ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴെല്ലാം വളരെ വിഷമത്തോടുകൂടെ ആ ഭാഗം അങ്ങ് വിടും. അപ്പുറത്തെ പേജിൽ പോയാൽ വേറെ വാക്യങ്ങളുണ്ടല്ലോ. ഇത് തന്നെ വായിക്കണം തന്നെ നിർബന്ധം ഇല്ലേ? ഇത് വായിക്കണം തന്നെ നിർബന്ധം. 21-ാം സങ്കീർത്തനം ധാരാളം പോലെ. അങ്ങനെ കുറെ കാലം തള്ളിവിട്ടു. അത് കഴിഞ്ഞ് ഇത് കർത്താവ് വായിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലാകാൻ തുടങ്ങി. ഈ രാവിലെ ഈ ഡെയിലി ബ്രെഡ് എന്നൊക്കെ പറയുന്ന ബുക്കുകളുണ്ട്. പിന്നെ വായിക്കാനുള്ള പുസ്തകങ്ങളും വാക്യങ്ങളും ഒക്കെ കിട്ടും. അതെല്ലാം ഒരു കുറുക്കു വഴിയുടെ പരിപാടിയാണ്. സെലക്റ്റഡ് സാധനം തരുന്നുള്ളൂ. ഹോൾ ബൈബിള് വന്നാലേ സമീകൃത ആഹാരമാകത്തുള്ളൂ. ഇത് എന്തെങ്കിലും ചില കേക്ക്, കപ്പലണ്ടി വറുത്തത്, ഇതൊക്കെ ഇതിനകത്തുനിന്ന് പെറുക്കി തരും. അതും ചുണഞ്ഞോണ്ട് ജീവിതകാലം മുഴുവൻ നടക്കുക. ഈ വാക്യം നിങ്ങൾക്ക് ദഹിക്കുമോ? ഈ വാക്യത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും? 33-ാം വാക്യം ഒരിക്കൽ കൂടെ. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയണം. കർത്താവിനോട് പറ, അത് നടക്കണ കാര്യമല്ല കർത്താവ്, വേറെ വല്ലോട്ടെ പറ. തുറന്നു പറഞ്ഞോളൂ യോനയെ പോലെ. കർത്താവ് ഉള്ളതിന്റെ കൂടെ എന്തെങ്കിലും ഇച്ചിരൂടെ കിട്ടുമെന്നോർത്താ നിന്നെ വിളിക്കാൻ ഞങ്ങൾ വന്നത്. നീ അങ്ങനെ കൊടുക്കുന്നതായിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ധാരാളം ക്രൂസൈഡിലൊക്കെ ഞങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. നിന്റെ അടുക്ക വന്ന വാരി കോരി കൊടുക്കുക, അത് കേട്ടിട്ടുണ്ട്. അത് വെച്ച് വന്നപ്പോ ഉള്ളത് വിടണമെന്നാണോ പറയുന്നത്? ഇത് എന്താ ഇത്? ക്രൂസൈഡിൽ ഒരു യേശു, ബൈബിൾ ക്ലാസ്സിൽ വേറൊരു യേശു. ഇതൊരു ചതിയാണല്ലോ. അപ്പൊ നമുക്ക് ആ വാക്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കാം. പ്രൈസ് ദി ലോർഡ്. വേണ്ട. മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. ഒരു എളുപ്പ വഴി പറയാം. ഇത് പറയുമ്പോൾ യേശുവിന്റെ മനസ്സിൽ എന്തായിരുന്നു നോക്കിയേ. 14:15 മുതൽ വായിച്ചു. കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. അവനോട് അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ച് ആ ക്ഷണിച്ചവരോട്, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചു. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. കൂടുതൽ സമയം വ്യാഖ്യാനിക്കേണ്ടി വരത്തില്ല. എല്ലാവരും ഒരുപോലെ ഒഴിവൊഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടുന്ന ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവൻ അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ദാസൻ മടങ്ങി വന്ന് യജമാനനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീതികളിലും ഇടത്തെരുവുകളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. പിന്നെ ദാസൻ, യജമാനനെ, കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലികൾക്കരികെയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്ത് വരുവാൻ നിർബന്ധിക്കാം. ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ, അപ്പം മുകളിലത്തെ സംഭവത്തിൽ ഉണ്ടായിരുന്ന പുരുഷാരത്തോടാണ് ശിഷ്യത്വത്തിന്റെ പടികളെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ ഉപമയിൽ എന്താണ് പ്രശ്നം?
ആ വിരുന്നിൽ പങ്കെടുക്കാൻ ആളുകൾക്ക് പറ്റാതെ പോയത് 3 കാരണമാണ്. 1, വസ്തു മേടിച്ചു. 2, കാളയെ മേടിച്ചു. 3, കല്യാണം കഴിച്ചു. ഇത് 3 തെറ്റാണോ? ഇത് 3 തെറ്റാണോ? അല്ല. വസ്തു മേടിക്കാൻ കിട്ടുമെങ്കിൽ മേടിച്ചോളാം. പ്രാർത്ഥനാലയം പണിയാൻ സ്ഥലമില്ലാതെ വരുമ്പോൾ ഇച്ചിരി തന്നാ മതി. കല്യാണം ഇനിയും കഴിക്കണ്ട, ഉള്ളത് മതി. കാളെ മേടിക്കണ്ട, കാറ് മേടിച്ചോ. അന്ന് കാളയാണെങ്കിൽ ഇന്ന് കാറ് മേടിച്ചോ. ഇടാൻ സ്ഥലം ഉണ്ടല്ലോ, ഷെഡ്, കാർ ഇടണ്ടേ. അപ്പൊ അത് അവരവരുടെ സൗകര്യം പോലെ ചെയ്യാം. ഓക്കെ. ഇതൊന്നും ദൈവത്തിനെതിരല്ല. അല്ല, വസ്തു മേടിക്കുന്നതിന് പ്രത്യേകിച്ച് സ്പേസ് വേണ്ടല്ലോ. നിലവിലുള്ള വസ്തുവല്ലേ, അത് മേടിച്ച ആധാരം മാത്രം സൂക്ഷിച്ചാൽ പോരെ, വസ്തു അവിടെ കിടന്നുള്ളൂല്ലോ. അതുകൊണ്ട് വസ്തു മേടിക്കുന്നതിന് കുഴപ്പമില്ല. വിവാഹം മനുഷ്യന് ആവശ്യമല്ലേ, ദൈവം സ്ഥാപിച്ചതല്ലേ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞതല്ലേ. കാളയും കഴുതയും ആടും ഒക്കെ മനുഷ്യർക്ക് നല്ലതാണ്. മനുഷ്യർക്ക് ജീവിക്കാനും സന്തോഷിക്കാനും ദൈവം കൊടുത്തതാണ് ഇതെല്ലാം. എന്നാൽ ഈ സന്തോഷങ്ങൾ, ഈ ഭൗതിക നന്മകൾ നിന്റെ ആത്മീയതയ്ക്ക് തടസ്സമാകുന്നുണ്ടോ? ഇതാണ് ചോദ്യം. ഈ നന്മകളും ഈ സന്തോഷങ്ങളും നിന്റെ ആത്മീയതയെ തടയുന്നുണ്ടോ? ഇംഗ്ലീഷ് മിഷണറിമാർ ഇവിടെ വേല ചെയ്തിരുന്ന കാലത്ത് നടന്ന ഒരു സ്റ്റോറി എന്നോട് ഒരു സഹോദരൻ പറഞ്ഞത്. നാഗൽ സാഹിബിന്റെ കാര്യമാണെന്ന് അതിന്റെ ഓർമ്മ. അദ്ദേഹത്തിന്റെ കൊച്ചു കൂട്ടായ്മയിൽ കുന്നംകുളം ഭാഗത്ത് പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്ന കുടുംബങ്ങൾക്ക് നന്മ വരാൻ പ്രാർത്ഥിച്ചു. ഒരു പശുവിനെ മേടിച്ച് വളർത്തിയാൽ ജീവിക്കാമല്ലോ എന്ന ആലോചന പറഞ്ഞു കൊടുത്തു. അങ്ങനെ പശുവിനെ മേടിച്ചു. ആ പശുവിന് കുട്ടിയായി, അതിന് കുട്ടിയായി, അങ്ങനെ പശുക്കൾ 4 ഇഷ്ടംപോലെ പാലായി. ആരാധനയ്ക്ക് വരുന്നത് 11 മണിക്ക്. പ്രാർത്ഥിച്ച് 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 പശുവിനെ മേടിച്ചതാ. അപ്പൊ പൊതുവി പറഞ്ഞു മടുത്തിട്ട് ഒറ്റയ്ക്ക് വിളിച്ച് സാഹിബ് പറഞ്ഞു, ആരാധനയെ അവഹേളിക്കരുത്. പല സമയത്ത് പലര് കയറി വന്നാൽ അത് ദൈവത്തെ അപമാനിക്കുകയാണ്. 2 3 പേര് കൂടി വരുമ്പം തമ്പുരാൻ വരും. നിങ്ങൾ പിന്നെ 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 ഇങ്ങനെ വന്നാ തമ്പുരാനെ നിങ്ങൾ വളരെ പുച്ഛിക്കുകയാണ്, നിങ്ങളത് അറിയുന്നുണ്ടോ എന്ന് സാഹിബ് പറഞ്ഞു കൊടുത്തു. അപ്പൊ സാഹിബിനോട് കണ്ണുനീരോടെ പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് തൊഴുത്ത് വൃത്തിയാക്കണം, പശുക്കളെ കുളിപ്പിക്കണം, കറക്കണം, പാല് കൊണ്ട കൊടുക്കണം, ഇതുങ്ങൾക്ക് ഇച്ചിരി പുല്ലെങ്കിലും ഇട്ട് കൊടുക്കണം. ഇത്രയും കഴിഞ്ഞിട്ട് വേണം വരാൻ. ഇവിടുന്ന് ഇത് കഴിയുന്ന വഴി ചെന്ന് കറക്കണം. ഈ കാര്യങ്ങളെല്ലാം വീണ്ടും ചെയ്യണം. അവരുടെ സങ്കടം സാഹിബിന് മനസ്സിലായി. സാഹിബ് പിറ്റേ ദിവസം വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് ഒരു ടോർച്ചുമായിട്ട് അവരുടെ വീട്ടിൽ ചെന്നു. 4 മണിക്ക് സാഹിബ് തൊഴുത്തി കയറി ചാണകം എല്ലാം വാരി വൃത്തിയാക്കുക. കള്ളം കയറിയെന്ന് ഓർത്ത് ഇവര് വീട്ടുകാർ ഇറങ്ങി വന്നപ്പോ സാഹിബ് ഇറങ്ങി വന്നപ്പോ പ്രൈസ് ദി ലോർഡ്, പേടിക്കണ്ട, നേരത്തെ സഭായോഗത്തിന് വരാൻ ഒരുങ്ങിക്കോ, സമയത്ത് വരണം. പിന്നെ അവര് സമയം വൈകിപ്പിച്ചിട്ടില്ല. അങ്ങനത്തെ ഉപദേശിമാരാകാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും പിന്നെ സമയം വൈകുവോ? ഈ വഴക്കുണ്ടാക്കാതെ ചാണകമൊന്നും വരാൻ ഇപ്പൊ എവിടെയാ ചാണകം ഉള്ളത്? അതൊന്നും വേണ്ട, ഒന്ന് മാതൃക കാണിച്ചു കൊടുത്താൽ മതി. കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം വരണം. കുന്നംകുളത്തും തിരിച്ചു വേഗം ഇഞ്ഞ് വരണം. നമ്മുടെ വിഷയത്തിലേക്ക് വന്നേ. അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ മക്കളെയോ നിലങ്ങളെയോ സമ്പത്തിനെയോ പ്രിയപ്പെടുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. എന്നിട്ട് 33-ാം വാക്യത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നു, വിട്ടുകളയാത്തവന്. ഇതൊക്കെയും വിട്ടുകളയാത്തവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. വിട്ടുകളയുക എന്നുള്ളത് വിറ്റുകളയാന്നല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയുക. വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ വിറ്റുകളയാന്നല്ല. പിന്നെന്താ? ഹൃദയത്തിൽ നിന്ന് വിട്ടുകളയുക. അതെങ്ങനെ മനസ്സിലാക്കും? നമ്മൾ ഈ മറ്റേ ഉപമയിൽ നിന്ന് മനസ്സിലാക്കും. തൊട്ടു മുകളിൽ പറഞ്ഞ ഉപമയ്ക്കകത്ത് അവര് കല്യാണം കഴിച്ചതല്ല തെറ്റ്.
കല്യാണത്തിന്റെ മറവിൽ കർത്താവ് വിളിച്ച പ്രോഗ്രാമിന് വന്നില്ല. വസ്തു വാങ്ങിയതല്ല തെറ്റ്, വസ്തുവിന്റെ കെയർ ഓഫിൽ ആ ഡിന്നർ മുടക്കി. കാളെ മേടിച്ചതല്ല തെറ്റ്, കാളയുടെ കെയർ ഓഫിൽ ആ പ്രോഗ്രാം കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തോ ധ്യാനിക്കുന്നത്? എന്തിനാ ധ്യാനിക്കുന്നത്? നമ്മുടെ മുൻഗണനയല്ലേ കർത്താവ് ചോദിച്ചത്? അങ്ങനെയാണെങ്കിൽ ശിഷ്യത്വത്തിന്റെ രണ്ടാമത്തെ പടി മുൻഗണന, പ്രയോറിറ്റി. നമുക്കൊരു നല്ല വാക്യം ഓർമ്മയുണ്ട്, മത്തായി 6:33. മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ മുൻഗണന ഒന്ന് അഴിച്ച് പണിയാമോ, ഒന്ന് റീസെറ്റ് ചെയ്യാമോ എന്ന കർത്താവ് ചോദിക്കുന്നു. ലൂക്കോസ് 14:25 മുതലുള്ള വാക്യങ്ങളിൽ ഞാനും എനിക്കുള്ളതുമാണ് നിൽക്കുന്നത്. യേശുവിനെ അനുഗമിക്കുമ്പോൾ ഞാനും എനിക്കുള്ളതും എന്റെ അനുഗമനത്തിന് തടസ്സമായി തീരരുത്. ഞാനും എനിക്കുള്ളതും, ഞാനും എനിക്കുള്ളതും, ഞാനും എനിക്കുള്ളതും. അതിനെ കളയാനല്ല കർത്താവ് പറയുന്നത്, അതിനെ പുറകോട്ട് മാറ്റാനാ പറയുന്നത്. ഒന്നാമത് ഞാനാണ് എനിക്ക്. എളുപ്പത്തിൽ പറഞ്ഞു പോവുകയാണേ, അത് വിശദീകരിച്ച് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ പ്രയോറിറ്റി പറഞ്ഞാൽ, സത്യം പറയുകയാണെങ്കിൽ ഞാനാണ് എനിക്ക് ഒന്നാമത്. അങ്ങനെ അല്ലെന്ന് നല്ല ഉറപ്പുള്ളവരൊന്ന് കൈപൊക്കാവോ? ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവിടെയാണ് മാറ്റം വരേണ്ടത്. എനിക്ക് ഞാൻ അല്ല ഒന്നാമത്, പിന്നെ ആരാ? എന്റെ യേശുവാണ്. അത് നമ്മൾ മീറ്റിംഗിൽ പറയുമ്പോൾ അങ്ങ് പറയാമെങ്കിലും ജീവിതത്തിൽ വരുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുള്ള കൃപ കർത്താവ് നമുക്ക് തരട്ടെ. മുൻഗണനയാണ് ഇവിടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. മുൻഗണന, ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കുക എന്നുള്ളതാണ്. നന്ദിയോടെ സ്തുതിക്കുന്നു. ശിഷ്യത്വത്തിന്റെ അതിപ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടാമത്തെ ചിന്ത, മുൻഗണന എന്ന ചിന്തയിൽ നമുക്കെല്ലാവർക്കും സത്യം അറിയാം. നമ്മൾ അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നവരുമാണ്. എങ്കിലും വീണ്ടും വീണ്ടും അതിനുവേണ്ടി സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ പുറകോട്ട് മാറ്റി നിർത്തിയ ചിലത് കുറച്ച് കഴിയുമ്പോൾ മുമ്പിൽ കയറി നിൽക്കും. നമ്മൾ മൂന്നാമത് കൊണ്ട് നിർത്തിയ സാധനം ഇടയ്ക്ക് കയറി ഒന്നാമത് വരും. അതിനെ പിടിച്ച് പുറകോട്ട് മാറ്റിയിട്ട് യേശുവിനെ ഒന്നാമത് നിർത്തണം. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. അമ്മയപ്പനും ബന്ധുമിത്രാദി ധനം മാനം എല്ലാം എനിക്കു നീയേ. അമ്മയപ്പനും ബന്ധുമിത്രാദി ധനം മാനം എല്ലാം എനിക്കു നീയേ. സുരലോക സൗഭാഗ്യ സുഖങ്ങൾ വെടിഞ്ഞതാം യേശുവിൻ പാദമതി. സുരലോക സൗഭാഗ്യ സുഖങ്ങൾ വെടിഞ്ഞതാം യേശുവിൻ പാദമതി. ആനന്ദമാനന്ദമേ അല്ലും പകലിലും പാടിയിടുമേ. യേശുവേ എന്റെ ആശയാദേ, യേശുവേ എന്റെ ആശയാദേ. കണ്ണുകളടച്ച്, പൊന്നും വെള്ളിയും ഭൂമിയിൽ പുകഴ്ചയും എന്തിന്
ദൈവത്തിൻ പൈതലാം ഞാൻ. പൊന്നും വെള്ളിയും പുകഴ്ചയുമെന്തിന് ദൈവത്തിൻ പൈതലാം ഞാൻ. വാനം ഭൂമിയുമാകവേ മാറുമെന്നാകിലും വാക്കുമാറാത്തവൻ നീ. വാനം ഭൂമിയുമാകവേ മാറുമെന്നാകിലും വാക്കുമാറാത്തവൻ നീ. ആനന്ദമാനന്ദമേ അല്ലും പകലിലും പാടിയിടുമേ. യേശുവേ എന്റെ ആശയാതെ, യേശുവേ എന്റെ ആശയാതെ. എന്റെ അൻപുള്ള രക്ഷകനേശുവേ ഞാൻ നിന്റെ നാമത്തെ വാഴ്ത്തിടുമേ. എന്റെ അൻപുള്ള രക്ഷകനേശുവേ ഞാൻ നിന്റെ നാമത്തെ വാഴ്ത്തിടുമേ. നിന്നെ പോലൊരു ദേവനെ ഭൂമിയിലറിഞ്ഞിടാ ജീവനെ തന്നവൻ നീ. നിന്നെ പോലൊരു ദേവനെ ഭൂമിയിലറിഞ്ഞിടാ ജീവനെ തന്നവൻ നീ. ആനന്ദമാനന്ദമേ അല്ലും പകലിലും പാടിയിടുമേ. യേശുവേ എന്റെ ആശയാതെ, യേശുവേ എന്റെ ആശയാതെ. അതെ, സമർപ്പണമാണ് പ്രധാനം. കുറെ നേരം പ്രസംഗിക്കുന്നതിനേക്കാൾ ഒന്ന് രണ്ട് വാക്കിന്റെ മുമ്പിൽ ഒരു അഴിച്ചുപണി നടന്നാൽ സ്വർഗം ഈ പകലിൽ സന്തോഷിക്കും. ഒരു സമർപ്പണം ചെയ്യുവാൻ ഒരു മിനിറ്റ് എടുക്കാം. കർത്താവേ, മുൻഗണന മാറ്റുവാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടും കഴിയുന്നില്ല. പലതും ഇടയ്ക്ക് മുമ്പിൽ കയറി വരികയാണ്. എൻ്റെ ഈഗോ, എൻ്റെ മാനം, എൻ്റെ സ്ഥാനം, എൻ്റെ ഇഷ്ടം എല്ലാം പലപ്പോഴും മുമ്പിൽ കയറി വരികയാണ്. ഒരിക്കൽ കൂടെ ഞാൻ അങ്ങയുടെ ഇഷ്ടത്തിന് എന്നെ സമർപ്പിക്കുന്നു. മുൻഗണന മാറ്റുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവേ എന്ന് നമുക്ക് കർത്താവിനോട് പറയാം. ആമേൻ, ആമേൻ, ആമേൻ. ശിഷ്യത്വത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ രണ്ട് വേദഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടു. മത്തായി സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യം കൂടെ വായിച്ചാട്ട്. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ശിഷ്യത്വത്തിന്റെ മൂന്നാമത്തെ ചവിട്ടുപടിയിലോട്ട് കാലുവെക്കുകയാണ്. സ്നേഹം. 1 വചനം, 2 മുൻഗണന, 3 സ്നേഹം. ഇതേ പേരല്ലാതെ വേറെ പേരിലും പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ചുകൊണ്ട് കുഴപ്പമില്ല. എങ്കിൽ ഈ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു പേരങ്ങ് പറയുന്നതേ ഉള്ളൂ. ആശയമല്ല ഒന്ന് തന്നെ. സ്നേഹം. ശിഷ്യത്വത്തിന് വേണ്ടി നാം കൊടുക്കേണ്ട വില സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ഒരു കുഴപ്പം ആ വാക്യത്തിലുണ്ട്. ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? എന്നേക്കാൾ അധികം. അതാ കുഴപ്പം. സ്നേഹിക്കുന്നതിന് ആർക്കാ വിഷമമുള്ളത്? പക്ഷെ മറ്റാരേക്കാളും അധികം വേണം. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോ, ഇങ്ങോട്ട് വണ്ടിയെ വരുമ്പോ ഒരു ചെറിയ കോഫി കട വന്നിരിക്കുന്നു. പേരെന്നാന്നറിയാമോ? അഗാപ്പെ. അപ്പൊ ഞാനിത് വായിച്ചപ്പോ സഹോദരന്മാര് പറഞ്ഞു, അതിന്റെ അർത്ഥം അറിഞ്ഞായിരിക്കും അവരിട്ടത്. ഒരിക്കലും അല്ല. അർത്ഥം അറിഞ്ഞാൽ അത് കാപ്പിക്കിടക്ക് ഇടാൻ ഒക്കുകയില്ല. അഗാപ്പെ. ഏതായാലും മൂലഭാഷയൊക്കെ ആളുകൾ തപ്പിയെടുത്ത് പന്തുകളിക്ക് പോലും ഇടുന്ന കാലം വന്നിരിക്കുക. ഇപ്പൊ നമ്മുടെ ആ സാധാരണ ഭാഷ പറഞ്ഞാൽ കൺവെൻഷന് പോലും ഒരു എടുപ്പില്ല. എന്തെങ്കിലും ഒരു പ്രത്യേക ബരാക്കാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാലേ കാലം വന്നിരിക്കുക. നല്ലതാണ്.
അർത്ഥം കൂടെ ആളുകൾക്ക് മനസ്സിലാകണം. ഈ അഗാപ്പെ എന്താ? അഗാപ്പെ സ്നേഹത്തിന് അതിൽ കൂടി ഒരു വാക്കില്ല. നമുക്ക് ഒരു വാക്കേ ഉള്ളൂ, സ്നേഹം. എന്നാൽ ഇഷ്ടമെന്ന് നമ്മൾ പറയുന്നില്ലേ, അതും സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. അഗാപ്പയെ തർജ്ജമ ചെയ്താൽ ഇഷ്ടമൊന്നും വരത്തില്ല. അഗാപ്പയെ തർജ്ജമ ചെയ്താൽ യഥാർത്ഥത്തിൽ ക്രൂശിലെ സ്നേഹമാണ്. നിസ്വാർത്ഥ സ്നേഹം, ത്യാഗാത്മകമായ സ്നേഹം, എല്ലാം വിട്ടുകൊടുക്കുന്ന സ്നേഹം, അതാണ് അഗാപ്പെ. ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹം. അത് കാപ്പിക്കിടയ്ക്ക് ഇടുക എന്നൊക്കെ പറയുമ്പോഴേ മനസ്സിലാക്കാതെ ഇരുന്നാലേ ഇടാൻ പറ്റുള്ളൂ. ഇനി ആട്ടെ, അങ്ങനെയെങ്കിലും മനസ്സിലായി വരുന്നെങ്കിൽ അത് നല്ല കാര്യം, പോസിറ്റീവായിട്ട് എടുക്കാം. നമ്മുടെ വിഷയം സ്നേഹം എന്ന ആ വാക്ക് ഇപ്പൊ വായിച്ചില്ലേ, 37. അതാ യേശു ഇങ്ങോട്ട് തന്നത്, അതാ യേശു അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത്. സ്തോത്രം. കർത്താവ് ഇങ്ങോട്ട് തന്നത് അതാ അഗാപ്പയ, അത് തന്നെയാ അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത്. അതാണ് യോഹന്നാൻ 21:15. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഇവരിൽ അധികമായി. ആ ഇവരിൽ നിന്നുള്ളത് ഇവയിൽ എന്ന് തർജ്ജമ ചെയ്യാവുന്ന പോലെയാണ് കിടക്കുന്നത്. ഇവയിൽ എന്ന് പറഞ്ഞാൽ തൻ്റെ തൊഴില്, തൻ്റെ സമ്പത്ത്, സ്നേഹിതര്, അതിനേക്കാളെല്ലാം അധികമായിട്ട് കർത്താവിനെ സ്നേഹിക്കുക. ഇവിടെ മത്തായി 10:37, എന്നേക്കാൾ അധികമായി എന്തിനെങ്കിലും സ്നേഹിക്കുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെയൊരു സ്നേഹം കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. അതിന്റെ മുമ്പിൽ എന്ത് മറുപടി പറയും? ഇങ്ങനെയൊരു സ്നേഹം കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് കർത്താവിനോട് ചോദിക്കാം, അങ്ങനെ എന്നോട് ആവശ്യപ്പെടാൻ എന്താണ് കാര്യം? കർത്താവ് പറയും, ഞാൻ അങ്ങനെയാണ് നിന്നെ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് ഞാൻ സ്വർഗം വിട്ട് ഭൂമിയിൽ വന്നത്. അതുകൊണ്ടാണ് ഞാൻ തുപ്പലിന് എൻ്റെ മുഖം ഏൽപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് മുൾക്കിരീടം തലയിൽ വെക്കുവാൻ ഞാൻ അനുവദിച്ചത്. അതുകൊണ്ടാണ് ഇരുമ്പ് ആണി എൻ്റെ ഉള്ളം കൈയിൽ അടിച്ച് കയറ്റിയപ്പോൾ ഞാൻ തടയാതിരുന്നത്. അതുകൊണ്ടാണ് ചമ്മട്ടി കൊണ്ടുള്ള അടികൾ ഏൽക്കുവാൻ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്തത്. നിന്നോടുള്ള എൻ്റെ സ്നേഹം അത്ര വലുതായിരുന്നു. അതെ, കർത്താവിന്റെ സ്നേഹത്തെ ഓർത്താൽ നമുക്കവനെ സ്നേഹിക്കാൻ ഒരു കടപ്പാട് ഉണ്ടാകും. കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് നമ്മെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ പ്രേരിപ്പിക്കുന്നത്. കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ധ്യാനമാണ് നമ്മെ പിശാചിനെ ജയിക്കാൻ സഹായിക്കുന്നത്. കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നമുക്ക് പാപം ചെയ്യാതിരിക്കാൻ കഴിയുന്നത്. കർത്താവിന്റെ സ്നേഹമാണ് നമ്മെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ സ്നേഹമാണ് നമ്മെ സഹിക്കാൻ പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ സ്നേഹമാണ് നമ്മെ വിട്ടുവീഴ്ച ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. കർത്താവിന്റെ സ്നേഹമാണ് നമ്മെ സ്നേഹത്തിലേക്ക് നയിക്കുന്നത്. അതെ പ്രിയരെ, ഈ സത്യം ഇന്ന് ഒന്നുകൂടെ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നു. സ്നേഹമാണ് ശിഷ്യത്വത്തിന്റെ അടുത്ത പടി. ഈ വാക്യങ്ങളെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ 5 കാര്യം ഞാൻ കണ്ടത് നിങ്ങളോട് പറയാം. 1, മുൻഗണന മാറ്റുക. 2, യേശുവിനെ സ്നേഹിക്കുക, ബ്രാക്കറ്റിൽ മറ്റെല്ലാറ്റിനേക്കാളും അധികം. 3, തന്നെത്താൻ ത്യജിക്കുക. 4, ക്രൂശ് എടുക്കുക. 5, അനുഗമിക്കുക. മുൻഗണന മാറ്റുക, യേശുവിനെ സ്നേഹിക്കുക, തന്നെത്താൻ ത്യജിക്കുക, ക്രൂശ് എടുക്കുക, അനുഗമിക്കുക. 5 കാര്യം. ഇതാണ് ശിഷ്യത്വത്തിന്റെ പ്രധാനപ്പെട്ട 5 പടികൾ. ഇതിലൊന്നും ഒഴിവാക്കാവുന്നതല്ല. ക്രൂശ് എടുക്കുക, ക്രൂശ് ഒഴിവാക്കുകയല്ല, ക്രൂശ് സമ്മതത്തോടെ സന്തോഷത്തോടെ എടുക്കുക. ക്രൂശ് എടുക്കുക.
ക്രൂശ് ഒഴിവാക്കുകയല്ല, ക്രൂശ് എടുക്കുക. അപ്പോൾ മാത്രമേ ശിഷ്യനാകാൻ നിങ്ങൾക്ക് കഴിയത്തു. ക്രൂശ് എടുക്കണം എന്ന് യേശു തമ്പുരാൻ പറഞ്ഞപ്പോൾ, എടുക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ക്രൂശിന്റെ കളർ മാറ്റാം, ക്രൂശിന്റെ കനം കുറയ്ക്കാം, ക്രൂശിന്റെ ഷേപ്പ് മാറ്റാം എന്ന് ക്രിസ്തീയ സഭകൾ തീരുമാനിച്ചു. അങ്ങനെ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും കുരിശുണ്ടാക്കി കനം കുറച്ച് ഷേപ്പ് മാറ്റി മാലയുടെ അറ്റത്തും ലോക്കറ്റിന്റെ അറ്റത്തും പിടിപ്പിച്ച് എല്ലാവർക്കും തന്നിരിക്കുക. അപ്പൊ ഈ വാക്യം ശരിയായല്ലോ. തമ്പുരാന് പിടിക്കാനൊക്കെയല്ല, കാരണം ഞങ്ങൾ എല്ലാവരും ക്രൂശ് എടുക്കുന്നുണ്ട്. തമ്പുരാനെ പറ്റിക്കാൻ പറ്റിയ മെടുക്കന്മാരാ. കുരിശെടുത്താ പോരെ, തടിക്കുരിശെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ കുരിശെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എടുക്കാം. ഷേപ്പ് മാറ്റി, നിറം മാറ്റി, മെറ്റീരിയൽ മൊത്തം മാറ്റി, അങ്ങനെ കനം കുറച്ച് നല്ല മനോഹരമാക്കി അത് മാലയുടെ അറ്റത്താക്കി തന്നിട്ടുണ്ട്. എല്ലാത്തിനകത്തും ഈ ചെറിയ പറ്റീര് പ്രസ്ഥാനം അതിങ്ങനെ ബ്ലഡിൽ കിടക്കുകയാണല്ലോ. ഏതിനകത്തും ഒരു ചെറിയ പറ്റീര് പ്രസ്ഥാനമാണ്. മാനസാന്തരപ്പെടുമ്പോൾ അത് മാറുമെന്ന് പറഞ്ഞാൽ ശരിക്കും മാറുന്നില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളതാ. ഞാനൊരു പാട്ടിന്റെ CD മേടിക്കുക കൺവെൻഷൻ ഗ്രൗണ്ടിൽ. CD-യുടെ വില ചോദിച്ച് ഞാൻ പേഴ്സ് എടുക്കുമ്പോൾ പുറകെ നിന്നുകൊണ്ട് ഒരാൾ എന്നെ തോണ്ടി ചെവി പറഞ്ഞു, ഞാൻ കോപ്പി എടുത്ത് തരാം, മേടിക്കണ്ട. അതിലെഴുതിയിട്ടുണ്ട് കോപ്പി എടുക്കരുതെന്ന്. കാശ് കൊടുക്കണ്ട, ഞാൻ കോപ്പി എടുത്ത് തരാമെന്ന്. ആ പാവപ്പെട്ടവൻ 1.5 ലക്ഷം രൂപ മുടക്കി ഒരു CD ഇറക്കിയത്. ഞാനിത് മേടിക്കുന്നത് കേൾക്കാനല്ല, ആളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനാ. ഇന്നലെ ഒരെണ്ണം മേടിച്ചത് എവിടെയാന്ന് പോലും കണ്ടില്ല. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് പോകുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ അത് ആ സഹോദരന് കൊടുത്ത വെളിപ്പാടാണ് ആ പാട്ട്. നമ്മളെ കഴിയുന്ന ചെയ്തേക്കാന്ന് ഓർത്ത് മേടിച്ചത്. ഉടനെ പറയുക, ഞാൻ കോപ്പി എടുത്തെന്നോളാവുന്നു. കാര്യം മനസ്സിലായല്ലോ. അത്രയും പറഞ്ഞത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ആളാരാന്ന് ചോദിക്കരുത്. അപ്പൊ ഇവിടെയൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ, അല്ലേ? ആ ചെറിയ ഉഡായിപ്പ് സാധനം ആത്മാവിലാകുമ്പോഴും നമ്മൾ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മൾ മാറ്റുന്നില്ല. സ്തോത്രം. പണ്ടത്തെ ഉണർവ് കാലത്ത് എല്ലാവരും ആത്മാവിലായി മുട്ടയെ നിന്ന് ആരാധിക്കുന്നതിനിടയില് ചിലർ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ തുടങ്ങി. ശക്തമായി ഇങ്ങനെ നൃത്തം ചെയ്യും, മോള് വരെ പൊങ്ങി ചാടുന്നുണ്ട്. അതിനിടയിൽ ഒരപ്പച്ചൻ ഇവിടെ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക. ഇങ്ങനെ അപ്പൊ യോഗം കഴിഞ്ഞ് പിള്ളേർ ചെന്ന് ചോദിച്ചു, അപ്പച്ച അവിടെ എന്നെ അങ്ങനെ പിടിച്ചത്? ഇച്ചിരി പൈസ ഉള്ളത് അതിനകത്താ മോനേനു. അപ്പൊ ചാടുമ്പോഴും പൈസയിലുള്ള പിടി വെറുതെ ഉള്ള ഒരു ഫിസിക്കൽ എക്സർസൈസ് ഒന്നല്ലാതെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോ കുരിശെടുക്കണം, ഞങ്ങൾ എടുക്കാം, കുരിശ് ഞങ്ങൾ എടുക്കാം. അവർ തട്ടാനെ ചെന്ന് കണ്ടു, ഏറ്റവും കനം കുറച്ചൊരെണ്ണം ഉണ്ടാക്കി തരണം. കുറച്ച് ബ്ലേഡ് കനത്തിലാക്കി. ഇത്രയേ ഉള്ളൂ. വളരെ മനോഹരമായ സാധനം ഇപ്പൊ കിട്ടും. ഇതാണോ യേശു പറഞ്ഞത്? അല്ല. നാൾതോറും തന്റെ ക്രൂശ് എടുത്ത് എന്റെ പിന്നാലെ വരിക. ക്രൂശിനകത്ത് എന്തുണ്ട്? ക്രൂശിനകത്ത് അപമാനമുണ്ട്. ക്രൂശിനകത്ത് എന്തുണ്ട്? ഭാരമുണ്ട്. യേശു ചുമക്കാൻ മേലാതെ വീണെന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഭാരമുണ്ട് കുരിശിനകത്ത്. കുരിശെടുത്തോണ്ട് പോകുന്നവന് അവാർഡല്ല, അവനെ വെറുക്കുക മനുഷ്യർ. അപ്പൊ അപമാനത്തിന്റെ ചിഹ്നമാണത്. അപ്പൊ അതിനകത്തൊരു അപമാനമുണ്ട്, അതിനകത്തൊരു ഭാരമുണ്ട്. അതിനകത്ത് മൂന്നാമത് ഒരു ഒറ്റപ്പെടലുണ്ട്. അതിനകത്തൊരു ഒറ്റപ്പെടലുണ്ട്. അതിനകത്ത് ഒരു ഉപേക്ഷണമുണ്ട്. കുരിശെടുക്കുന്നവനെ വേറൊന്നും എടുക്കാൻ പറ്റുകയില്ല.
അവൻ ആ കൂട്ടത്തിൽ ഒരു കുപ്പി വെള്ളം പോലും എടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഉള്ള ഒരു രംഗമാണത്. സ്തോത്രം. അപ്പൊ കുരിശിന്റെ അർത്ഥം എന്താ? ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കണം എന്ന് പറഞ്ഞത് ഈ അർത്ഥത്തിൽ ആണോ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശിഷ്യത്വം ഈ വിധത്തിൽ നമുക്ക് ഗ്രഹിക്കാം. മുൻഗണന മാറ്റുക, യേശുവിനെ സ്നേഹിക്കുക, തന്നെത്താൻ ത്യജിക്കുക, ക്രൂശെടുക്കുക, അനുഗമിക്കുക. എടുത്തുകൊണ്ട് അനുഗമിക്കണം, എടുത്തുകൊണ്ട് അനുഗമിക്കണം. ഇരിക്കുകയല്ല, നിൽക്കുകയല്ല, വിശ്രമിക്കുകയല്ല, അനുഗമിക്കുക. ആമേൻ. ക്രിസ്തീയ ജീവിതം നടന്നുകൊണ്ടേയിരിക്കുകയാണ്, ഓടിക്കൊണ്ടേയിരിക്കുന്നതാണ്. സൈക്കിള് ചവിട്ടുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരും പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ അനുഭവത്തിൽ എല്ലാവർക്കും അറിയാം. എപ്പോൾ വീലിന്റെ കറക്കം നിൽക്കുമോ അപ്പോൾ ആള് താഴെ വീഴും. ഇത് മറിയാത്തതിന്റെ കാരണം ഇത് കറങ്ങുന്നത് കൊണ്ട്. ക്രിസ്തീയ ജീവിതം ഓടിക്കൊണ്ടിരുന്നാലേ നിൽക്കത്തുള്ളൂ. അനുഗമിക്കണം. ഈ വിഷയത്തിൽ 3 കക്ഷികളെ ബൈബിളിൽ നിന്ന് കാണിക്കാം. 3 കക്ഷികളെ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ വായിക്കും. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടും ഉണ്ട്, മനുഷ്യപുത്രനോ തല ചായിപ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറെ അവൻ, ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ശിഷ്യനാകാൻ വന്ന 3 പേര്, കർത്താവിനെ അനുഗമിക്കാൻ വന്ന 3 പേര്. ഇവരെ നമുക്കൊന്ന് വേഗത്തിൽ പരിചയപ്പെടാം. ഞാൻ എൻ്റെ ബൈബിളിൽ അവർക്ക് ഇട്ടിരിക്കുന്ന പേര് ഒരുത്തൻ, വേറൊരുത്തൻ, മറ്റൊരുത്തൻ. 57-ാം വാക്യത്തിൽ മിസ്റ്റർ ഒരുത്തൻ, 59-ാം വാക്യത്തിൽ മിസ്റ്റർ വേറൊരുത്തൻ, 61-ാം വാക്യത്തിൽ മിസ്റ്റർ മറ്റൊരുത്തൻ. ഒരുത്തൻ, വേറൊരുത്തൻ, മറ്റൊരുത്തൻ. പേര് വെക്കാൻ ഞാൻ എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ പേര് ആ സ്ഥാനത്ത് വെച്ചോളാനാ. ഒന്നാമത്തെ പുള്ളി ഇങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നോ അല്ല, പുള്ളിയുടെ പ്രസ്താവന, നീ എവിടെ പോയാലും ഞാൻ തന്നെ അനുഗമിക്കാം. യേശുവിന് മറുപടി നോക്കി ധൃതി പിടിച്ചു പോയാൽ നമുക്ക് വചനധ്യാനത്തിന്റെ സുഖം കിട്ടത്തില്ല. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ, ഇത്രേ എഴുതിയിട്ടുള്ളൂ. അർത്ഥം എന്താ? നീ എവിടെ പോയാലും ഞാൻ തന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞപ്പോൾ യേശു പറയുന്നു, ഞാൻ എവിടെയൊക്കെ പോകുമെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ മോനെ എന്നാ ചോദിച്ചു. അല്ലേ? നോക്കിയ അതിന്റെ അർത്ഥം അതല്ലേ? ഇച്ചോടെ നമുക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞാൽ, നിനക്ക് എന്നെ മനസ്സിലാകാതെയാണ് നീ ഇത് പറയുന്നത്. നീ എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ അങ്ങനെ പറയത്തില്ല. നീ എന്നെ ഇതുവരെ കണ്ടത് 5 അപ്പം 5000 ആക്കുന്നതും, വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കുന്നതും, പച്ചവെള്ളം വീഞ്ഞാക്കുന്നതും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഗത്സമനിയിലേക്കാണ് ഇനിയും പോണത്, ഞാൻ ക്രൂശിലേക്കാണ് ഇനിയും പോണത്. നീ അത് കണ്ടിട്ടില്ല. അവിടെ നീ എന്നെ അനുഗമിക്കുവോ? ഇല്ല. നിനക്ക് എന്നെ അനുഗമിക്കാനൊന്നും പറ്റത്തില്ല. ഒന്നെങ്കിൽ നിനക്ക് മാറ്റം വരണം, അല്ലെ എനിക്ക് മാറ്റം വരണം. എനിക്കേതായാലും മാറ്റം വരികയില്ല. അതുകൊണ്ട് നീ മാറ്റത്തിന് തയ്യാറായാലേ നിനക്ക് എൻ്റെ ശിഷ്യനാകാൻ പറ്റത്തുള്ളൂ.
സത്യസന്ധമായി പറഞ്ഞേ, യേശു അവനെ നിരുത്സാഹപ്പെടുത്തി അല്ലേ? അതെ, യേശു അവനെ നിരുത്സാഹപ്പെടുത്തി. അപ്പോ ചിലരെ നിരുത്സാഹപ്പെടുത്തുകയും വേണം. അവരെ നമ്മൾ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. ഈ റൂട്ടിൽ പോകാൻ, ഈ പാതയിൽ പോകാൻ അവർക്ക് പറ്റില്ല. അതാണ് പ്രിയപ്പെട്ടവരെ, ശിഷ്യത്വത്തിന്റെ പാത എല്ലാവർക്കും പറ്റുന്നില്ലെന്നല്ലേ അതിന്റെ അർത്ഥം? എല്ലാവർക്കും പറ്റുന്നില്ല. അവനെ പിന്നെ കണ്ടിട്ടില്ല. ലോകത്തിന്റെ ദാടിമോടികളും ബഹുമാനങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് യേശുവിന്റെ ശിഷ്യനാകാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ രണ്ടാമത്തെ പാർട്ടിയോട്, വേറൊരുത്തനോട് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറേ അവൻ ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അവനോട് യേശു അങ്ങ് പറയായിരുന്നു. ഉടനെ അവൻ പറയാണ്, എനിക്ക് ഒരു ചെറിയ കാര്യമുണ്ട്, എനിക്ക് എന്റെ അപ്പനെ കുഴിച്ചിടണം. ഇതൊരുപാട് വ്യാഖ്യാന ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്. ദേവദാസന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വേദഭാഗ്യമാണ്. യേശുവിന്റെ മറുപടി ഖേദകരമാണ്. മരിച്ചവർ ശവടക്ക് നടത്തിക്കോട്ടെ, മരിച്ചവർ ശവടക്ക് നടത്തിക്കോട്ടെ. ഞാനൊരു ബുക്കിനകത്ത് വായിച്ചത്, ഒരു സൺഡേ സ്കൂൾ അധ്യാപകനോട് ഒരു കുട്ടി ചോദിച്ചു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ എന്താ സാറേ അർത്ഥം? മോനെ, പണ്ടുള്ള ആളുകൾക്ക് ഭയങ്കര ആരോഗ്യമായിരുന്നു, അവരെ മരിച്ചു കഴിഞ്ഞും 2-3 ശവടക്കമൊക്കെ നടത്തുന്നവരായിരുന്നു എന്ന്. അത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയൊക്കെ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഭാവനയായിരിക്കാം. എന്നാലും അർത്ഥം എന്താ സാറേ? അർത്ഥം ആത്മീയ മരണമാണ്. ആത്മീയ മരണം സംഭവിച്ചവർക്ക് ശവസംസ്കാരം നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷെ സുവിശേഷം അറിയിക്കാൻ പറ്റുകയില്ല. ആഴം മനസ്സിലായോ? ആത്മീയ മരണം സംഭവിച്ചവർക്ക് ശവടക്ക് ശുശ്രൂഷ നടത്താൻ പറ്റും. അങ്ങനെയല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ലോകത്തിലെ കാര്യം ഞാൻ പറഞ്ഞു. ഫ്യൂണറൽ സർവീസ് എല്ലാ മതത്തിലും ഗ്രാൻഡാണ് അല്ലേ? ആത്മീയത്തിന്റെ പോലും ഇല്ലേലും ശവടക്ക് കേമമായിരിക്കും. ശവടക്ക് എവിടെയാ മോശപ്പെടുത്തുന്നത്? ശത്രുവിന്റെ മരണമാണേലും നല്ലതേ പറയത്തുള്ളൂ, ആ മനുഷ്യൻ പോയത് നഷ്ടാന്നേ പറയത്തുള്ളൂ. അപ്പൊ ശവടക്ക് വരുമ്പോൾ മനുഷ്യരെല്ലാം നല്ലവരാവും. അപ്പൊ അതിന് ആത്മീക ജീവൻ വേണമെന്ന് നിർബന്ധം ഇല്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതിനുവേണ്ടി ഒരു ആത്മീകൻ സമയം കളയണ്ടെന്ന്. അതുകൊണ്ട് ശവടക്ക് മോശമാണെന്നല്ല, നന്നായിട്ട് നടത്തണം, പക്ഷേ അതിന് അമിത പ്രാധാന്യം കൊടുക്കണ്ടെന്ന്. കാരണം അടക്കത്തിലൂടെ അല്ല ഈ വ്യക്തിയുടെ നിത്യത തീരുമാനിക്കുന്നത്. പിന്നെ അടക്കം മാന്യമായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയോടുള്ള ബഹുമാന സൂചകമായി മാന്യമായി ആ ശുശ്രൂഷ നിർവഹിക്കുക, ഇത്രയേ ഉള്ളൂ. ഈ വ്യക്തിയുടെ ആത്മരക്ഷയും അടക്കവുമായിട്ട് ഒരു ബന്ധവുമില്ല. ആദിമകാല ഭക്തന്മാരിൽ പലർക്കും അടക്കം ലഭിച്ചിട്ടില്ല. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു എന്ന് എഴുതി വിട്ടു. പത്രോസ് പോയി ചെയ്തു എന്ന് പോലും എഴുതിയിട്ടില്ല. സീനിയർ പാസ്റ്ററായ പത്രോസ് പോയി ചെയ്താൽ നല്ല എഴുതിയിരിക്കുന്നത്. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കിയെന്നേ എഴുതിയിട്ടുള്ളൂ. അപ്പോ ഈ രക്ഷ, വീണ്ടും ജനനം, നിത്യത, ഈ കാര്യങ്ങളിൽ കാഴ്ചപ്പാടില്ലാത്തവർക്ക് ശവടക്ക് വളരെ പ്രധാനമാണ്. കാരണം ശവടക്കിലൂടെയാണ് അവർ നിത്യതയെ കാണുന്നത്. ഇനി ഒരു വാക്കൂടെ പറയാം. രക്ഷിക്കപ്പെട്ട സമൂഹത്തിലും വേണ്ടത്ര ആത്മീയമില്ലാത്തവർ ഇങ്ങനെയുള്ള അവസരത്ത് മുമ്പിൽ വരുന്ന കാണാം. ഇങ്ങനെയുള്ള അവസരത്തിൽ അവര് ഭയങ്കരമായിട്ട് വയലന്റ് ആവുന്നത് കാണാം. അവരുടെ മുഴുവൻ കഴിവ് അവരവിടെ ഉപയോഗിക്കുന്നത് കാണാം. എന്താന്ന് വെച്ചാൽ അവർക്ക് ആകെ അതേ അറിയത്തുള്ളൂ. യേശുബ്രാൻ പറയുന്നത് ശ്രദ്ധിച്ചോ? അത് മരിച്ചവർക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ നിന്നെ ഞാൻ ഏൽപ്പിച്ച ജോലി അവർക്ക് ചെയ്യാൻ പറ്റുകയില്ല. ദൈവരാജ്യം അറിയിക്കാൻ വീണ്ടും ജനിച്ചവർക്കേ പറ്റൂ. അതാ വിഷയം.
മതങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് ശവസംസ്കാര ശുശ്രൂഷ. എന്നാൽ വീണ്ടും ജനിച്ചവന് മാത്രം ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് സുവിശേഷം അറിയിക്കൽ. അപ്പൊ അത് അവനോട് പറഞ്ഞു, നീയോ പോയി ദൈവരാജ്യം അറിയിക്കും. മൂന്നാമത്തവനോട് പറയുന്നത് വാക്യം 61. മറ്റൊരുത്തൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒന്നാമത്തവൻ ഒരു ലോകസ്നേഹി, രണ്ടാമത്തവൻ ഒരു സമൂഹത്തിൽ മാന്യനായ മനുഷ്യൻ, മൂന്നാമത്തവൻ ഒരു കപടഭക്തൻ. ഒന്നാമത്തവൻ ലോകസ്നേഹമാണ് അവനെ ഭരിക്കുന്നത്, രണ്ടാമത്തവൻ ഒരു മീഡിയം ആളാണ്, മൂന്നാമത്തവൻ ഒരു കപടഭക്തനാണ്. ഇവൻ ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ ഒരു കാര്യം ചെയ്യണം, എൻ്റെ വീട്ടിൽ പോയി യാത്ര പറയാൻ അനുവാദം തരണം. ഇവൻ യാത്ര പറയാൻ പോയി. യാത്ര പറയാൻ ചെല്ലുമ്പം വീട്ടുകാർ പോകണ്ടെന്ന് പറയും, അതോടെ പരിപാടി ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഉള്ള ഗുണം എന്നാണെന്നറിയോ? അത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഇവൻ ആരായി? ശിഷ്യനായി. കർത്താവ്, ഞാൻ നിന്നെ വീഡിയോയിൽ വന്നല്ലോ, അന്നേരം വീഡിയോ ഉണ്ടെന്നിരിക്കട്ടെ, വീഡിയോയിൽ വന്നു, ഇവൻ ആരായി? ശിഷ്യനായി. ഇവൻ വീട്ടിൽ പോയിട്ട് വന്നില്ല, വന്നോന്ന് ആരറിയാനാ? അതാ വിഷയം. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ പോവും, പക്ഷെ വരികയില്ല. കാരണം നീ യാത്ര പറയാൻ ചെയ്യുമ്പം ആട്ടമോനെ, നിന്നെ ഞാൻ പണ്ടേ വേലയ്ക്ക് നേർന്നതായിരുന്നെന്നും പറഞ്ഞൊന്നും വിടത്തില്ല. അവരെല്ലാവരുടെ ഒറ്റ കരച്ചിൽ കരി, നീ ഞങ്ങളോട് ഈ ചതി ചെയ്തല്ലോ മോനെ, അതോടുകൂടെ നിന്റെ സമർപ്പണവും തീരും. ഇനി ഇവനോട് യേശു പറഞ്ഞതല്ല, ഇവൻ ഇങ്ങോട്ട് പറഞ്ഞതാണ്. ഇങ്ങോട്ട് പറഞ്ഞതാണെങ്കിൽ ഇവൻ വീട്ടിൽ നിന്ന് പറഞ്ഞു പോന്നാ മതിയായിരുന്നല്ലോ, ഇല്ലെങ്കിലും പതുക്കെ പറയാമല്ലോ. അപ്പൊ ഇത് വെറുതെ അഭിനയമാണ്. ആത്മീയത്തിന് മാർക്കറ്റ് വരുമ്പോൾ ഞാനും ആത്മീയനാണെന്ന് വരുത്താൻ ആളുകൾ ശ്രമിക്കും. സുവിശേഷ വേല ഒരു മാന്യതയുള്ള കാര്യമെന്ന് വരുമ്പോൾ ഓക്കെ എന്നാ അത് ചെയ്തേക്കാവുന്ന ആളുകൾ പറയും. പക്ഷേ മുമ്പോട്ട് പോകുമ്പോഴാണ് കാര്യം അറിയുന്നത്, മുമ്പോട്ട് പോകുമ്പോഴാണ് കാര്യം അറിയുന്നത്. കർത്താവിനോട് പറഞ്ഞു, നിന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്ന ദൈവരാജ്യത്തിനെ കൊള്ളത്തില്ല. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന്റെ മുൻപിൽ ഇടം വലം നോക്കാതെ മുമ്പോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധി പറയുന്നു. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുമ്പോൾ അവിടെയും ഇവിടെയും കേൾക്കുന്ന ശബ്ദങ്ങളെ ഒന്നും കേൾക്കരുത്, യാതൊരു സമ്മർദ്ദങ്ങളിലും വീഴരുത്. നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്യണം. ഈ 3 ശിഷ്യന്മാരോട് യേശു പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്, നിന്റെ മുൻഗണന ഇപ്പോഴും നീ ശരിയാക്കിയിട്ടില്ല. എന്നെ അനുഗമിക്കുന്നെങ്കിൽ അതായിരിക്കട്ടെ ഒന്നാമത്തെ കാര്യം, ബാക്കിയെല്ലാം രണ്ടാമത്തേതും മൂന്നാമത്തേതുമാകട്ടെ. എന്നെ അനുഗമിക്കുന്നത് നിന്റെ ഒന്നാമത്തെ കാര്യമാണെങ്കിൽ നിന്റെ അപ്പന്റെ അടക്കം ഭംഗിയായിട്ട് നടന്നോളൂ. നിന്റെ വീട്ടിൽ അനുവാദം പറയേണ്ട, അതെല്ലാം ശരിയായിട്ട് വന്നോളൂ, അതിന്റെ ക്രമത്തിന് വന്നോളൂ. കാരണം ഇതിനെല്ലാം നിയന്ത്രിക്കുന്നവനെയാ നീ അനുഗമിക്കാൻ പോണേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അതിനെ കാണുവാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ഈ രണ്ടാമത്തെ, ഈ ഇതിനകത്ത് വായിച്ച ഉപമയിലെ രണ്ടാമത്തെ കക്ഷിയുടെ കാര്യം ഒരു വിശദീകരണം കൂടെ പറഞ്ഞേക്കാം. അവന്റെ അപ്പൻ മരിച്ചു കിടക്കുകയല്ല, മരിച്ചു കിടക്കാൻ തോന്നിപ്പോവും. എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞാൽ അപ്പൻ മരിച്ചു കിടക്കാൻ തോന്നും. പക്ഷെ ഇതൊരു പ്രയോഗമാണ്. എന്റെ അപ്പന്റെ കാലശേഷം ഞാൻ വരാമെന്ന് അവൻ പറഞ്ഞു. അപ്പൊ മരിച്ചു കിടക്കുകയാണെങ്കിൽ ഇവൻ ഇവിടെ നിൽക്കുവോ? മോർച്ചറി സംവിധാനം ഒന്നും അന്നില്ലല്ലോ. അപ്പൊ ഇവനിപ്പോ ഇവിടെ ഈ നിൽക്കുന്ന എന്താ? അപ്പൊ അവൻ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൻ 10 കൊല്ലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? മരിക്കും. പുള്ളി ഇനിയിപ്പോ ഈ പ്രായസായ കാലത്ത് ഇങ്ങനെ ഒരു പുതിയൊരു സഭയിലോട്ടൊക്കെ മാറുന്ന കാര്യമൊന്നും പറഞ്ഞ് വെറുതെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണ്ട. പുള്ളിയുടെ കാലശേഷം ഞാൻ എന്ത് ചെയ്യും? നിന്നെ അനുഗമിക്കും. അതാണ് അവൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞ ആർക്കും അവസരം കിട്ടിയതായിട്ട് തെളിവില്ല. ഒരാളെ എന്റെ ശുശ്രൂഷയിൽ ഞാൻ കണ്ടു. അദ്ദേഹം, ഞാനത് പറയുന്നത് ഭയത്തോടെ പറയുന്നു, നല്ല മനുഷ്യനാണ്. എന്നെ കാണുമ്പോൾ പറയും, പാസ്റ്ററേ ഇതെല്ലാം സത്യമാണെന്ന് എനിക്കറിയാം. എന്നാൽ അപ്പച്ചന് 84 വയസ്സായി,
അപ്പച്ചൻ്റെ കാലം ഒന്ന് കഴിഞ്ഞോട്ട് അപ്പച്ചനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഓർത്തിട്ടാണ്. ഇത് പറയുന്ന ആൾക്ക് 60 വയസ്സ്. ഇദ്ദേഹത്തിന്റെ മക്കൾ ഗുജറാത്തിലാണ്. അവരവിടെ വെച്ച് വിശ്വാസത്തിൽ. അവരെന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയത്. നല്ല മനുഷ്യരാണ് അദ്ദേഹം. എപ്പോഴും വന്ന് വചനം കേൾക്കും, പ്രാർത്ഥിക്കും, പ്രാർത്ഥിപ്പിക്കും, എല്ലാം സന്തോഷത്തോടെ ചെയ്യും. ഈ ഒരു വാക്ക് പറഞ്ഞ് അങ്ങൊഴിഞ്ഞു മാറും. അപ്പച്ചന് ഇത്രയും പ്രായമായില്ലേ. ഇങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഒരു ഫോൺ വന്നു. ഈ 60-കാരൻ അച്ചായന് പെട്ടെന്ന് സുഖമില്ലെന്ന്. ആശുപത്രി ചെന്നപ്പോൾ ആള് മരിച്ചുപോയി. 84-കാരൻ അപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുക. അപ്പൊ 84-കാരനെ യാത്ര അയച്ചിട്ട് 60-കാരൻ സ്നാനപ്പെടാൻ വേണ്ടി ഇരിക്കുക. 60-കാരൻ പോയി. ആർക്ക് തീരുമാനിക്കാം ആരുടെ കാലം വേഗം തീരുമെന്ന്? അതുകൊണ്ട് ദൈവകൽപ്പന അനുസരിക്കാൻ നാളേക്ക് മാറ്റണോ? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുവാൻ ദിവസങ്ങൾ ഇനിയും തള്ളിവിടണോ? കർത്താവ് തന്ന നിയോഗങ്ങളെ അനുസരിച്ചുകൂടെ കണ്ണുകൾ അടയ്ക്കാം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, അവിടുത്തെ വചനങ്ങളെ ധ്യാനിക്കുവാൻ തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനി ആര് എന്ന ചിന്ത വചനത്തിലൂടെ അല്പമായിട്ട് ധ്യാനിക്കുവാൻ സഹായിച്ചതുകൊണ്ട് സ്തുതിക്കുന്നു. ഇത് ജീവിതത്തിൽ പകർത്തുവാൻ കൃപ തരണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്കഭയ സ്ഥാനം. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്കഭയ സ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ